ഹായ്, ഒരു ഫുൾ മൂൺ ഡേയിൽ ബഹ്റൈൻ കേരളീയ സമാജം ഒന്ന് വിസിറ്റ് ചെയ്യാൻ കരുതി. അവിടെ 4th മുതൽ 14th ഡിസംബർ വരെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. മെയിനായിട്ട് DC ബുക്സിൻ്റെ ബുക്ക് ഫെസ്റ്റ് തന്നെയാണ്. അതുകൂടാതെ ഗസ്റ്റുകൾ വരുന്നുണ്ട്, ബുക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയന്ന് ഇൻ്റർനാഷണൽ കൾച്ചേഴ്സിൻ്റെ ഒരു ഷോക്കേസിങ് ഉണ്ടായിരുന്നു അവിടെ, ഡാൻസായിട്ടും സോങ് ആയിട്ടും ഒക്കെ. പിന്നെ കുറച്ച് പേര് പെയിൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാമെന്നൊക്കെ ആഗ്രഹം തോന്നി. പിന്നെ ഇതാ ബുക്ക് ഫെസ്റ്റിലേക്കാണ് നേരെ കിടന്നത്. ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതും കാണാത്തതും വായിച്ചതും വായിക്കാത്തതും വായിക്കാൻ ആഗ്രഹമുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് ബുക്സ്. കടന്നു വന്നപ്പോൾ തന്നെ ഇങ്ങനത്തെ ബുക്സാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതിൽ ലൈഫ് സ്റ്റൈൽ ഗൈഡ്സാണ്, സെൽഫ് ഹെൽപ്പ് ബുക്സാണ് മെയിനായിട്ട് കാണാൻ പറ്റിയത്. എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ബുക്സ് ഉണ്ട്. വായിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കണക്റ്റ് ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചില ബുക്സൊക്കെ നമ്മൾ അത്യാവശ്യം പേര് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടില്ലെങ്കിലും അവിടെ ഇവിടെയൊക്കെ പേരുകൾ ഒരുപാട് അത്രയും ഫേമസ് ആയിട്ടുള്ള ബുക്സ് ആയതുകൊണ്ടാവണം പരിചയം. പിന്നെ ആൻ ഫ്രാങ്കിൻ്റെ ബുക്ക് പോലെ, നമ്മുടെ ഇന്ത്യൻ്റെ ബുക്ക് പോലെ, അങ്ങനെ ഒരുപാട് ബുക്സ് കണ്ടു. ഇതിനിടയ്ക്ക് കൾച്ചറൽ ഫെസ്റ്റ് സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോൺ ഫിക്ഷൻസൊക്കെ കഴിഞ്ഞ് ഫിക്ഷൻ സൈഡിലേക്ക് എത്തി. വായിക്കാത്ത ഒരുപാട് ബുക്സ്, പരിചയമില്ലാത്തൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന എലിഫ് ഷഫാക്കിൻ്റെ ബുക്കും മുറുഗാമിയുടെ ബുക്സും പിന്നെ പച്ചിൻകോ എല്ലാം അവിടെ ഉണ്ടായി. ഈ ബുക്ക് എനിക്ക് വാങ്ങിക്കണം എന്ന് ചെറുതായിട്ടൊരാഗ്രഹം തോന്നി. പിന്നെ തൽക്കാലം അതും അവിടെ തന്നെ വെച്ചു. പിന്നെ ഡാൻ ബ്രൗൺ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം വായിക്കണം എന്നാണ് ഒറ്റയടിക്ക് തോന്നുക. ഈ ഒരു ബുക്ക് ഞാൻ ഒരുപാട് വർഷം മുന്നേ വായിച്ച ബുക്കാണ്. കുറച്ച് ബൾക്കാണ്, പക്ഷേ എനിക്ക് വല്ലാതെ നൊസ്റ്റാൾജി അടിച്ചു ഇത് കണ്ടപ്പോൾ. നമ്മുടെ സോള് വേറൊരു ഹ്യൂമൻ അല്ലാത്തൊരു ബോഡിയിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു തീം വരുന്നത്. പിന്നെ അതെ ഫിക്ഷൻസ് തന്നെ ഒരുപാട് കണ്ടു. ഇതിൽ സിഡ്നി ഷെൽഡൻ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഓത്തറാണ്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് ബുക്സ് ഉണ്ട്. കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ, ചെറിയ കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെയുള്ള എല്ലാവർക്കും പറ്റിയ എല്ലാ ടൈപ്പ് ബുക്സും അവിടെയുണ്ട്. വേറൊരു നൊസ്റ്റാൾജിയ ശിപ്പാണ്ടി. സ്റ്റോറി ബുക്സ് അല്ലാതെ പസിൽസും സുഡോക്കവും അങ്ങനത്തെ ബുക്സും ഉണ്ട്. പിന്നെ എൻസൈക്ലോപീഡിയ പോലെ ഒളിമ്പ്യാഡിന് പറ്റിയ ബുക്സ് എല്ലാം ഉണ്ട്. ഇത് വേറൊരു നൊസ്റ്റാൾജിയ. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്ക് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും ഹാഫ് ബ്ലഡ് പ്രിൻസ്, 6th ബുക്ക്. പക്ഷേ ഒരുപാട് ആകാംക്ഷയോടെ വായിച്ചത് 5th ബുക്കായിരുന്നു, ഫീനിക്സിൻ്റെ. ഇതിനിടയിൽ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും കണ്ടുകൊണ്ടാണ് ബാക്കിയുള്ള ബുക്സ് എല്ലാം നോക്കുന്നത്. ഇനി നമുക്ക് മലയാളത്തിലേക്ക് കിടക്കാം. സൈൻഡ് കോപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഏറ്റവും പുതിയ ബുക്സ് മുതൽ ക്ലാസിക്സ് വരെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് നോൺ ഫിക്ഷൻ്റെയും ഫിക്ഷൻ്റെയൊക്കെ മലയാളം ട്രാൻസ്ലേഷൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ബുക്സിൻ്റെയും പരിചയമുണ്ടോ നോക്കി ഞാൻ അങ്ങനെ നടന്നു. എല്ലാ ബുക്സിൻ്റെയും പേര് വായിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു നിർവൃതി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കറിയാത്ത ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരു എക്സ്പോഷറാണ് ബുക്കുകളുടെ ലോകത്തേക്ക്, വായനയുടെ ലോകത്തേക്ക്. പരിചയമില്ലാത്തവർക്ക് പരിചയപ്പെടാനുള്ളൊരവസരമാണ്. കുട്ടികളുടെ ആയാലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ബുക്ക് ഫെസ്റ്റിനൊക്കെ പോകുമ്പോൾ അവർക്ക് വായിക്കാനുള്ളൊരു ത്വര കുറച്ച് കൂടി വരുമെന്ന് ഫീൽ ചെയ്തു എനിക്ക്. ഇതിനിടയ്ക്ക് ഇവിടെ പ്രോഗ്രാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ശ്രീലങ്കയുടെ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ആക്ച്വലി ഇവിടെ പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയായിരുന്നു. അവിടെ അന്ന് ഗസ്റ്റായിട്ട് വന്നത് ഖദീജയുടെ ഓർഡറായിരുന്നു. അവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റി. ഓൾറെഡി ഖദീജ വായിച്ചത് കൊണ്ട് തന്നെ സൈഡ് കോപ്പി വാങ്ങാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒരു ഓട്ടോഗ്രാഫ് വാങ്ങി പോന്നേനെ. സെക്കൻഡ് ടൈം പോയപ്പോൾ ഈ 2 പുസ്തകങ്ങളും കൂടെ എടുത്തു കേട്ടോ. ഈ പുസ്തകമാണ് കേട്ടോ ഞാനെടുത്തത്. അതെല്ലാം കഴിഞ്ഞു ബില്ല് ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഫോട്ടോഗ്രാഫി എക്സിബിഷൻ കാണാൻ ഇപ്പുറത്തേക്ക് കയറി.
അവിടെ ഒരുപാട് പേരെടുത്ത ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ഫോട്ടോസും നല്ല ഭംഗിയുണ്ട്. നേച്ചർ ഫോട്ടോസ് പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ക്യാച്ച് ചെയ്ത ഒരു ഫോട്ടോ ഒരു സ്ക്വിറലിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ബഹ്റൈൻ്റെ ഒരുപാട് സ്നാപ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കിതിൽ സിലുവറ്റ്സ് ഫോട്ടോസ് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് ഫോട്ടോസിൻ്റെ കൂടെ തന്നെ ഫോട്ടോ എടുത്ത ആളുടെ പേരും അവർ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഇസ് ഐ തിങ്ക് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ ദം. ഈ ഒരു ഫോട്ടോയും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്തു. ലാസ്റ്റ് ഫോട്ടോയും നല്ല വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു. എല്ലാ ഫോട്ടോയും ഒന്നിനൊന്ന് മെച്ചം എന്നേ പറയാനുള്ളൂ. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് കണ്ടു, കുറച്ച് ബുക്സ് കണ്ടു, അതിനിടയ്ക്ക് കുറച്ച് പാട്ടും ഡാൻസും എല്ലാം കണ്ടു. മനസ്സ് നിറഞ്ഞ് അന്ന് അവിടുന്ന് ഇറങ്ങി.